നോർത്ത് പരമാര റോഡിലെ സമൃദ്ധി കൊച്ചി നഗരത്തിലുള്ളവർക്ക് 10 രൂപയ്ക്ക് ഊണുമായി എത്തുന്നത് 2 വർഷം മുമ്പാണ്. കൊച്ചിക്കാരുടെ പ്രധാന ഫുഡ് ഹബ്ബായി സമൃദ്ധി മാറിയതോടെ 24 മണിക്കൂറും ഭക്ഷണം ലഭിക്കുന്ന പ്രധാന ഇടമായി സമൃദ്ധി മാറി. ദിവസവും 2000-ലധികം ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭേദപ്പെട്ട ഒരു തുക വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകാൻ ഹൃദയപൂർവ്വം വയനാടിന് എന്ന പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് നഗരസഭയും കരുതുന്നു. ഇപ്പോൾ നമുക്ക് 24 അവർ ആയപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ കഴിഞ്ഞ് നമുക്ക് വരുമാനം ലഭിക്കാറുണ്ട്. അത് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. എങ്കിലും ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളൊരു 3 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണം വാങ്ങാത്തവർക്ക് അവരവർക്കാകുന്ന തരത്തിൽ UPI വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ പണം നൽകാവുന്നതാണ്. ഇപ്പോൾ 3 വർഷമാണ് ഞങ്ങളുടെ തുടങ്ങിയതിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പഴയ ആൾക്കാർ തന്നെ ഇപ്പോഴും വരുന്നുണ്ട്. പകുതി കൂടുതൽ ആൾക്കാർ പഴയ ആൾക്കാർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരും പുതിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ള ഇതാണ്. ഞങ്ങൾ ഹൃദയപൂർവ്വം വയനാട് കൊടുക്കണേ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ള അവിടെയും ഉണ്ടായിരുന്നത്. അവർ കഷ്ടപ്പെടുന്നതാണ്. വയനാട്ടിലെ ജനങ്ങളെ കൈവിടാതെ അവർക്കായി പ്രവർത്തിക്കുകയാണ് സമൃദ്ധിയുടെ ലക്ഷ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സമൃദ്ധിയിൽ ദിവസേന 2 ലക്ഷം രൂപയെങ്കിലും വരുമാനമുണ്ട്. കൊച്ചി നഗരത്തിലുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഭക്ഷണം നൽകുന്ന കൊച്ചി കോർപ്പറേഷന്റെ സമൃദ്ധി കിച്ചൺ ഇന്ന് തുറന്നിരിക്കുന്നത് വയനാടിന് വേണ്ടിയാണ്. ഇന്ന് പുലർച്ചെ 12 മുതൽ അർദ്ധരാത്രി 12 വരെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാടിന് നൽകി അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജേഷിനൊപ്പം റിപ്പോർട്ടർ അമൃത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.